നമസ്കാരം. ആഡംബര ഹോട്ടലിൽ നിന്ന് വാങ്ങിയ ബീഫ് കറിക്കൊപ്പം ചത്ത പാറ്റയെ ലഭിച്ചുവെന്ന പരാതിയുമായി കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥൻ. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥനായ കൊട്ടാരക്കര സദാനന്ദപുരം സ്വദേശി ബിജു വിനായകനാണ് ബീഫ് കറിക്കൊപ്പം ചത്ത നിലയിലുള്ള പാറ്റയെ ലഭിച്ചത്. തിരുവല്ല ഇടിഞ്ഞില്ലത്ത് പ്രവർത്തിക്കുന്ന അർക്കാഡിയ ഹോട്ടലിൽ നിന്നാണ് ബീഫ് കറിക്കൊപ്പം ചത്ത പാറ്റയെ ലഭിച്ചത്. ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3:30യോടെയായിരുന്നു സംഭവം. ചങ്ങനാശ്ശേരിയിൽ നിന്ന് കൊട്ടാരക്കരയിലേക്ക് പോകവേ ബിജു ഹോട്ടലിൽ കയറി 2 പൊറോട്ടയും ബീഫ് കറിയും ഓർഡർ ചെയ്തു. ആദ്യ പൊറോട്ട കഴിച്ച ശേഷം രണ്ടാമത്തെ പൊറോട്ടയ്ക്ക് മീതെ പ്ലേറ്റിലുണ്ടായിരുന്ന കറി ഒഴിക്കുമ്പോഴാണ് ചത്ത നിലയിൽ പാറ്റയെ കണ്ടെത്തിയത്. ഇതോടെ ഹോട്ടൽ ജീവനക്കാരെ വിളിച്ചു വരുത്തി വിവരം പറഞ്ഞു. ബിജുവിന്റെ ആവശ്യപ്രകാരം ഹോട്ടൽ മാനേജറുമെത്തി കാര്യങ്ങൾ കണ്ട് ബോധ്യപ്പെട്ടു. എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥത ഉണ്ടാവുമോ എന്നറിയാൻ വേണ്ടി ബിജു അരമണിക്കൂറോളം നേരം ഹോട്ടലിൽ തങ്ങി. ഇതിനിടെ ഒരു വട്ടം ഛർദിയുണ്ടായി. ഇതിനു പിന്നാലെ ബില്ല് ആവശ്യപ്പെട്ടു. തുടർന്ന് ബീഫിൽ ബിജുവാണ് പാറ്റയിട്ടത് എന്ന നിലപാടിലായി ഹോട്ടൽ ജീവനക്കാർ. ബില്ല് നൽകാൻ ജീവനക്കാർ മടി കാണിച്ചതോടെ ബിജു ഹോട്ടൽ സ്ഥിതി ചെയ്യുന്ന പെരിങ്ങര പഞ്ചായത്തിലെ ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥരെ അടക്കം വിവരമറിയിച്ചു. സംഭവം സംബന്ധിച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് പരാതി നൽകിയിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് ബിജു പറയുന്നത് ഇങ്ങനെ. കൊട്ടാരക്കര സദാനന്ദപുരം സ്വദേശിയായ ഞാൻ ചങ്ങനാശ്ശേരിയിൽ ഔദ്യോഗിക ആവശ്യത്തിന് പോയിട്ട് വരുന്ന വഴിക്ക് ചങ്ങനാശ്ശേരി തിരുവല്ല റോഡിൽ ഇടിഞ്ഞില്ലത്തുള്ള അർക്കാഡിയ ഹോട്ടലിൽ കയറി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2 പൊറോട്ടയും ഒരു ബീഫ് കറിയും ഓർഡർ ചെയ്ത് വരുത്തി കഴിച്ചു. അതിൽ ഒരു പൊറോട്ട കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേന് രണ്ടാമത്തെ പൊറോട്ട എടുത്ത് ബീഫ് കറി ഊരിയിട്ടപ്പോഴത്തേനകത്ത് മുഴുത്തൊരു പാറ്റയെ കാണുകയും പ്രസ്തുത വിവരം ഹോട്ടൽ മാനേജരെ അറിയിക്കുകയും GM വന്ന് കാര്യങ്ങൾ ബോധ്യപ്പെടുകയും ചെയ്തു. ഇതിനുശേഷം പാറ്റയുടെ കഴിച്ച എനിക്ക് കുറച്ച് അസ്വസ്ഥത ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി ഞാൻ ഏകദേശം അരമണിക്കൂറോളം ഹോട്ടലിൽ ചെലവഴിക്കുകയും അതിനുശേഷം ഇടയ്ക്ക് ഞാൻ ഹോട്ടലിൽ തന്നെ വൊമിറ്റ് ചെയ്യുകയുണ്ടായി. ഈ പ്രശ്നങ്ങൾ പറഞ്ഞപ്പോൾ ഈ ആടിനെ പട്ടിയാക്കുന്ന രീതിയാണ് ഹോട്ടൽ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് എനിക്കുണ്ടായത്. കാര്യം ഈ പാറ്റയെ ഞാൻ കൊണ്ട് ഇട്ട് എന്നുള്ള രീതിയിലുള്ള ഒരു സംഭാഷണം അവിടുത്തെ സ്റ്റാഫുകൾ ഉന്നയിക്കുകയും ആയതിനു ശേഷം ഞാൻ അവിടെ ഇരുന്ന് തന്നെ നമ്മുടെ സുഹൃത്തുക്കളായ ആൾക്കാരെ ബന്ധപ്പെട്ട് ഇത് അന്വേഷിച്ചപ്പോൾ പെരിങ്ങര ഗ്രാമപഞ്ചായത്താണെന്ന് പറഞ്ഞു. പെരിങ്ങര ഹെൽത്ത് ഇൻസ്പെക്ടറെ വിളിക്കാനുള്ള സംവിധാനം ചെയ്തു. അദ്ദേഹത്തെ വിളിച്ച് കിട്ടിയില്ല. അതിനുശേഷം ഞാൻ നമ്മുടെ പത്രമാധ്യമ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചിരുന്നു. അവസാനം എനിക്ക് ബില്ല് ആവശ്യപ്പെടുകയും ഞാൻ ഒമിറ്റ് ചെയ്യാൻ വന്നതിന് ശേഷം എനിക്ക് ബില്ല് ആവശ്യപ്പെടുകയും ആ ബില്ല് അവർ തരാൻ മടിക്കുകയും ചെയ്തു. അവസാനം നമ്മുടെ ഒരു സുഹൃത്ത് ഫുഡ് സേഫ്റ്റി ഇൻസ്പെക്ടറെ വിളിച്ചതിന് ശേഷമാണ് ഫുഡ് സേഫ്റ്റി ഇൻസ്പെക്ടർ സംസാരിച്ചതിന് ശേഷമാണ് എനിക്ക് ബില്ല് ലഭിച്ചത്. ഈ വിവരം ഞാൻ 112 കൺട്രോളിലും വിളിച്ചറിയിച്ച് വിട്ടുള്ളതാണ്. ഞാൻ തനിച്ച് മാത്രമാണ് ഈ ഹോട്ടലിൽ ആഹാരം കഴിക്കാൻ കയറിയിട്ടുള്ളത്. ഞാൻ എൻ്റെ സ്വന്തമായിട്ടുള്ള വാഹനത്തിൽ വന്ന് ആഹാരം കഴിച്ച് ഇട്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. ഇത് ഞാനൊരു വിഷയമാക്കത്തില്ലായിരുന്നു. കാര്യം ഇവർ ആടിനെ പട്ടിയാക്കുന്ന ഒരു പരിപാടി ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായി. അതുകൊണ്ടാണ് എനിക്കത് ഇത്രയും രീതിയിൽ പ്രതികരിക്കേണ്ടി വന്നത്. കാര്യം ഒരു ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിച്ച് ആരും പാറ്റയും പിടിച്ചോണ്ടൊന്നും പോകത്തില്ല. അതുമാത്രമല്ല, അത്യാവശ്യം ഒരു 2 പൊറോട്ടയും ഒരു ബീഫും കഴിച്ച് അതിന് ബില്ല് കൊടുക്കത്തക്കുള്ള അത്യാവശ്യം സാമ്പത്തികം എനിക്ക് ഉണ്ട് താനും. അപ്പൊ അതിന് ഞാൻ ഒരു ഹോട്ടൽ ഉടമയെ ചീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അത് മാത്രമല്ല, അവരുടെ ബില്ല് കുറെ അധികം, ഈ ഒരു ബീഫിനും 2 പൊറോട്ടയും കൂടി 284 രൂപയാണ് അവർ ബില്ല് ചെയ്തിട്ടുള്ളത്. ആ ബില്ല് ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്.